Hello everyone. കീമിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് 2 ദിവസമായി. ലാസ്റ്റ് ഡേറ്റ് 26-നാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസൊക്കെ സ്റ്റുഡൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പല കൺഫ്യൂഷൻസും നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് പത്രക്കുറിപ്പുകൾ കേരള എൻട്രൻസ് കമ്മീഷണർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ഫേസ് അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി, അതിൻ്റെ കൂടെ തന്നെ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്. 22 ഓഗസ്റ്റിന് അത് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഫേസ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ഫേസ്, കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന ലാസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ആണ്. ഇനി വരുന്ന അഡീഷണൽ സീറ്റുകൾ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഗവൺമെൻറ് കോളേജുകളിലുള്ളത് ഫില്ലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുള്ളത് അതാത് കോളേജുകളാണ് ഫില്ലപ്പ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലാസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നതും ഒരു സെൻട്രലൈസ്ഡ് ഫോമിലാണ് കഴിഞ്ഞ വർഷം നടന്നിരുന്നത്. ഫ്രഷ് ഓപ്ഷൻസ് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ബട്ട് ഒരു 1 ഡേ നമ്മുടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഭയങ്കര ലോങ് ക്യൂ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. സോ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഇറ്റ് സ്റ്റിൽ വിൽ ബി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്. നൗ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് തേർഡ് റൗണ്ടിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കംപ്ലീറ്റ് ഹയർ ഓപ്ഷൻസും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഒഴിവാക്കിയുള്ള പുതിയ ഫ്രഷ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. തേർഡ് റൗണ്ടിൽ കേരള എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് റൗണ്ടിൽ, ഫാർമസിയുടെ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. ഹയർ ഓപ്ഷൻസും ഒന്നും അവിടെ തന്നെ ഇല്ല, അത് കംപ്ലീറ്റ് റദ്ദായിട്ടുണ്ട്. സോ ദാറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്, പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ്. മുന്നേ പറഞ്ഞിരുന്നു, അങ്ങനെയല്ല, പുതിയതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. അതിനുള്ള സമയം 26 ഓഗസ്റ്റ് രാത്രി 11:59 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് റൗണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് റൗണ്ടിലേക്ക് അവരുടെ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. ആ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസ് ആണ് എങ്കിൽ തേർഡ് റൗണ്ടിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആയി വരുന്ന ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ഓൾറെഡി നല്ലൊരു കോളേജിൽ മോശമല്ലാത്ത ഒരു കോഴ്സിന് അഡ്മിഷൻ എടുത്ത, സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ എടുത്ത, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ തേർഡ് റൗണ്ടിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ കൊടുക്കാവൂ. അഡീഷണൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തിരുന്ന പോലെ കൊടുക്കരുത്. ഒരു അലോട്ട്മെന്റ് കിട്ടാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. എന്നാൽ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ അലോട്ട്മെന്റിലേക്ക് പുതിയ ഓപ്ഷൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആർക്കിടെക്ചർ കോഴ്സിനും ഓപ്ഷൻസ് കൺഫേം ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറഞ്ഞ് 26 ഓഗസ്റ്റ് രാത്രി 11:59 പറഞ്ഞിട്ടുള്ള സമയം. 28 പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും, 29 ഫൈനൽ അലോട്ട്മെന്റും വരും. ഈ പറയുന്ന തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുത്തതിന് ശേഷം ഒരു അലോട്ട്മെന്റ് കിട്ടി ആ സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണേ, തേർഡ് റൗണ്ടിൽ നിങ്ങൾ പങ്കെടുത്ത അലോട്ട്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് റൗണ്ടിലുള്ള കിട്ടിയ അലോട്ടഡ് ആയിട്ടുള്ള കോളേജ് ആ സീറ്റ് ആക്ച്വലി നഷ്ടപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ തേർഡ് റൗണ്ടിൽ അലോട്ട് ചെയ്ത കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ തേർഡ് റൗണ്ടിലെയും സെക്കൻഡ് റൗണ്ടിലെയും നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റുകൾ നഷ്ടപ്പെടും. അപ്പോൾ തേർഡ് റൗണ്ടിൽ വേണമെങ്കിൽ മാത്രം പങ്കെടുത്താൽ മതി. പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് റൗണ്ട് കിട്ടിയതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. തേർഡ് റൗണ്ടിൽ കിട്ടിയതിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ അലോട്ട്മെന്റ് ഒബ്വിയസ്ലി നഷ്ടപ്പെടുന്നതാണ്. അടുത്തതായിട്ട്, ഫ്രഷ് ആയിട്ട് ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻസിൽ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാത്ത സ്റ്റുഡൻസിനും വേണമെങ്കിൽ തേർഡ് റൗണ്ടിലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ടും 2000 rupees രജിസ്ട്രേഷൻ ഫീ വരും. SC/ST കാറ്റഗറി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ 500 rupees ആണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത് മുൻപില്ലാത്ത ഒരു പുതിയ കാര്യമാണ്. പുതുതായിട്ട് തേർഡ് റൗണ്ടിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. ഓപ്ഷൻസ് മാത്രമല്ല, നമ്മൾ ഇതുവരെ അലോട്ട്മെന്റ് പ്രൊസീജിയർ പങ്കെടുക്കാത്തവർക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ അലോട്ട്മെന്റ് വരുന്നത്, തേർഡ് റൗണ്ടിന്റെ ഫൈനൽ അലോട്ട്മെന്റ് വരുന്നത് 29-നാണ്. പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, TKM കോളേജിൽ 60 സീറ്റുകൾ പുതുതായിട്ട് ന്യൂലി ആഡഡ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. TKM കോളേജിൽ അതും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ് കോഴ്സാണ്. 60 സീറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി തൊട്ട് മുന്നത്തെ അലോട്ട്മെന്റുകളിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാത്തവർ ഈ കോഴ്സ് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഓപ്ഷനൊക്കെ കൊടുക്കാവുന്നതാണ്. TKM കോളേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച്, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും റെപ്യൂട്ടഡ് കോളേജാണ്, അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ഇനി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ 22 ഓഗസ്റ്റിന് വന്നതാണെങ്കിൽ അതിനുശേഷം അഡീഷണൽ
ആയിട്ട് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടെ എൻട്രൻസ് കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുണ്ട്, വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ മലയാളത്തിലുള്ള കോപ്പി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് നിലനിന്നുകൊണ്ടായിരിക്കണം പ്രത്യേകം ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മുൻ വർഷത്തിലേതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം നടത്തിയാൽ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നതല്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കണം 1 മുതൽ താഴേക്ക്. തേർഡ് ഫേസ് എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഒന്നാം ഘട്ട അലോട്ട്മെന്റിനായി നൽകിയിരുന്ന ഓപ്ഷനുകൾ എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുതുതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, നൗ പങ്കെടുക്കാത്തവർക്കും പുതുതായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്ത് 3ാം ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് 2000 rupees രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവുന്നതാണ്. നൗ ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഈസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റിന്റെ കൂടെയാണ് യൂഷ്വലി മെഡിക്കലിന്റെ അലോട്ട്മെന്റ് നടക്കാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം ചെറിയൊരു ഡിലേ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെടുത്തി ഒരു പുതിയൊരു കണ്ടീഷനും കൂടെ ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തി എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ പ്രവേശനത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MBBS BDS അലോട്ട്മെന്റ് ലഭിച്ചാൽ അവരുടെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ അലോട്ട്മെന്റുകൾ റദ്ദാകുന്നതാണ്. നമുക്കറിയാം മെഡിക്കലിന്റെ അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് റൗണ്ടിന് മെഡിക്കൽ കേരളത്തിലുള്ള സീറ്റുകളിലേക്കുള്ള കേരള അലോട്ട്മെന്റ് മെഡിക്കലിന്റെ നടക്കുന്നതും അതിന്റെയും ലാസ്റ്റ് ഡേറ്റ് 26th ആണ്. അതിന്റെയും അലോട്ട്മെന്റുകൾ വരുന്നത് 29th ആണ്. സോ ഇത് രണ്ടും ഒന്നിച്ചാണ് ഇവർ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സെക്കൻഡ് റൗണ്ടിൽ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗിന് കോളേജിൽ സീറ്റ് കിട്ടി അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡന്റ് മെഡിക്കൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കലിൽ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് മെഡിക്കലിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റും കൂടെ റദ്ദാകുന്നതാണ്. ആ വേക്കൻ്റ് ആയി വരുന്ന സീറ്റിലേക്കുള്ള അലോട്ട്മെന്റും കൂടെ തേർഡ് റൗണ്ടിന്റെ കൂടെ നടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ മെഡിക്കലിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെന്റിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കലും ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മെഡിക്കലിന് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് ഇൻ കേസ് നിങ്ങൾ MBBSഉം BDSഉം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ MBBSഓ BDSഓ കൊടുത്തു കഴിഞ്ഞ് BDSന് എവിടെയെങ്കിലും സീറ്റ് കിട്ടി, ഫോർ എക്സാമ്പിൾ MBBSന് കിട്ടിയില്ല, BDSന് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് കൂടെ നഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ കോഴ്സിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് MBBS ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ ചൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ MBBS നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ തന്നെ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ലീവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആ ബെറ്റർ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ സൈഡിലുള്ള കോഴ്സുകളിലേക്ക് മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് എങ്ങാനും വല്ല സീറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്ത മറ്റേതെങ്കിലും കോഴ്സിലേക്ക് തഴയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓഫ് കോഴ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടിയതിനേക്കാളും ബെറ്റർ ചോയ്സുകൾ മാത്രമേ നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടതുള്ളൂ. ബെറ്റർ അല്ലാത്ത ഒരു ചോയ്സ് അവിടെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ദാറ്റ്സ് എ തമ്പ് റൂൾ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മെഡിക്കലിന്റെ അലോട്ട്മെന്റും എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റും കൊണ്ട് ക്ലബ് ചെയ്തിട്ടാണ് തേർഡ് റൗണ്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആക്ച്വൽ പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും എൻട്രൻസ് കമ്മീഷണർ പുറത്തുവിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രം രജിസ്റ്റർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.